ഇത് ഞങ്ങൾ മക്കൾക്ക് ഒരു സർപ്രൈസ് എടുക്കാൻ പോവുകയാണേ. വേറൊന്നുമില്ല, അവർ കുറേ ദിവസമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഒരു പെറ്റിനെ വാങ്ങിക്കണം, ഒരു പേർഷ്യൻ ക്യാറ്റിനെ വാങ്ങിച്ചു തരുമോ എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാണ്. ഞങ്ങൾ പലതവണ ആലോചിച്ചു, ഇതിനെ ഒന്ന് ഒഴിവാക്കാനും പലതവണ വെച്ചു, പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ ദൈവൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. എനിക്ക് ഇത് ആദ്യം ഫോണിൽ അയച്ചു തന്നായിരുന്നു എനിക്ക്, എന്നിട്ട് എന്നോട് പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പെറ്റ് ഷോപ്പിലോട്ട് വന്ന് ഇവിടെ വന്ന് അപ്പം അവിടെ വേറൊരാളും കൂടി ഇരിപ്പുണ്ട്. ഇയാൾ മാത്രമല്ല കേട്ടോ, അകത്ത് കുറേ പേരുണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ അലൗഡല്ല. അതിരിക്കട്ടെ നമ്മുടെ ഈ ചെക്കനെ അങ്ങ് ഇഷ്ടപ്പെട്ടോ. ഞങ്ങൾക്ക് ഒറ്റയടിക്ക് കണ്ടപ്പം തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആദ്യം ഒരു വീഡിയോ അയച്ചു തന്നെ, അതിൽ നല്ല കുസൃതിയുള്ള ചെറുക്കനായിട്ടാണ് തോന്നി. വീട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് അവൻ്റെ ശരിക്കും സ്വഭാവം മനസ്സിലായത്. വീഡിയോയ്ക്കകത്ത് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പം തന്നെ മനസ്സിലായി ഇവനൊരു കുസൃതിക്കുട്ടനാണെന്ന്. ശരിക്കും അങ്ങനെ തന്നെ കേട്ടോ. ആദ്യം ഞാൻ എടുത്തു, പിന്നെ ഇക്ക എടുത്തു. ആൾക്ക് വലിയ പരിചയക്കേടൊന്നും തോന്നിയില്ല കേട്ടോ, നമ്മളോട് പെട്ടെന്ന് അടുക്കുന്നുണ്ടായിരുന്നു. ഇവന് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ കൂടൊക്കെ വാങ്ങിച്ച് അവനെ കൂടിലാക്കിയിട്ട് നമ്മൾ കാറി കെട്ടിയിരുത്തി. എന്നിട്ട് നമ്മളങ്ങ് പോവാം കേട്ടോ. വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ കാറിൽ നിന്നിറക്കി നമ്മൾ സെറ്റിയിലോട്ടൊന്ന് വെച്ചു ആളെ. ഇവനിപ്പോൾ എന്ത് ചെയ്യാൻ പോകാമെന്നൊരു ആകാംക്ഷ പോവാം കേട്ടോ ഞാൻ. പക്ഷെ അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനോർത്ത് അവൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരിക്കുമെന്ന്. പക്ഷേ ആദ്യമായിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാനൊരു ലാഗ് കാണിക്കുന്നുണ്ടായിരുന്നു, ഒരു മടി പോലെ. പിന്നെ പക്ഷേ അവൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. പിന്നെ അവന് നിലത്തോട്ടൊന്ന് ഇറക്കി വെച്ചു. അപ്പോൾ പിന്നെ വീടൊന്ന് പെട്ടെന്ന് അവന് ഹാളിലോട്ടൊക്കെ ഇറങ്ങിയൊന്ന് ചുറ്റിക്കണ്ട്. ചെക്കാപ്പി പെട്ടെന്ന് അടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങളുടെ ആകെ ആശ്വാസം. ഞങ്ങൾ കുറേ തവണ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാ, അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ പാടാ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ മക്കളോട് പറഞ്ഞത് ഇപ്പം മേടിക്കുന്നില്ല അങ്ങനെയാണെന്നൊക്കെ. പക്ഷേ രണ്ടാമത്തെ മോന് എന്ന് വെച്ചാൽ ആമിർ ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു. രാവിലെയും വൈകിട്ടും എല്ലാം എനിക്കൊരു പൂച്ചയെ വാങ്ങിച്ച് അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് പറയും. അപ്പം എന്താ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് ഞങ്ങൾ സർപ്രൈസായിട്ട് പെട്ടെന്ന് കഥ തുറന്ന് അപ്പോഴാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ അവരുടെ മുഖത്ത് റിയാക്ഷനാണ് കാണുന്നത്. വിചാരിച്ച പോലെ അവരുടെ മുഖത്ത് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഭയങ്കര സന്തോഷമായി, ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ രസം എന്നാന്ന് വെച്ചാൽ രണ്ടാമത്തെ മോനാണ് കൂടുതൽ വഴക്കുണ്ടാക്കിയത്. പക്ഷേ കൂടുതൽ ഹാപ്പി ആയിട്ട് കണ്ടത് മൂത്തയാൾ ഏറ്റവും ഇളയ ആളുമാണേ. അവന് മനസ്സിലാവുന്നില്ല ഒട്ടും നഖമില്ല പിന്നെ അവന് എന്താ